കാസർഗോഡ് മണ്ഡലത്തിലെ വിവരങ്ങളുമായി നിശാന്ത ചേരുന്നുണ്ട്. നിശാന്ത, കാസർഗോഡ് മണ്ഡലത്തിൽ സമാധാനപരമായി തന്നെയാണോ വോട്ടിംഗ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? കാസർഗോഡ് പൊതുവെ സമാധാനപരമായി തന്നെയാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ ഏറെക്കുറെ ഉച്ചവരെ വോട്ടിംഗ് സാവധാനത്തിലായിരുന്നു. വോട്ടിംഗ് മെഷീനിലെ പലയിടത്തും വോട്ടിംഗ് മെഷീൻ വളരെ സാവധാനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് വളരെ മന്ദഗതിയിൽ ആരംഭിച്ചെങ്കിലും ഉച്ചയോടെ പോളിംഗ് അതിന്റെ നല്ല ആളുകളുടെ വോട്ടർമാരുടെ നിര തന്നെ പല ബൂത്തുകളിലും ദൃശ്യമാണ്. അപൂർവം ചില സ്ഥലങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂർ മേഖലയിൽ കരിവള്ളൂരിൽ പുത്തൂരിൽ കോൺഗ്രസ് നേതാവിന്റെ ബൈക്കിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി ശശിധരന്റെ ബുള്ളറ്റിന്റെ സീറ്റുകൾ അജ്ഞാതർ കുത്തിക്കീറി നശിപ്പിക്കുകയായിരുന്നു. ഇദ്ദേഹം ബൂത്ത് ഏജന്റ് കൂടിയാണ്. അതുപോലെ പയ്യന്നൂർ കാറമേൽ 78 നമ്പർ ബൂത്ത്, കാറമേൽ UP സ്കൂളിലെ 78 നമ്പർ ബൂത്തിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇതില് 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതില് UDF പ്രവർത്തകൻ, ബൂത്ത് ഏജന്റ് കൂടിയായ UDF പ്രവർത്തകനായ രഞ്ജിത്തിനെ പരിക്കുകളോടെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. LDF പ്രവർത്തകരായ KV ലാലു, TV നിതുൽ എന്നിവരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പയ്യന്നൂർ അന്നൂരിലും ബൂത്തിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പരിക്കേറ്റാരും ആശുപത്രി. അത്തരത്തിൽ അപൂർവം ചില അനിഷ്ട സംഭവങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടായെന്ന് ചോദിച്ചാൽ വോട്ടെടുപ്പ് സമാധാനപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉച്ചയോടെ കടുത്ത വെയിൽ കൂടി കഴിഞ്ഞതോടെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ വലിയ നിര തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിശാന്ത, പോളിംഗ് ശതമാനത്തിലേക്ക് വരികയാണെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എത്രത്തോളം എത്തിയിട്ടുണ്ട്? കാസർഗോഡ് ഉച്ചവരെയുള്ള ഒരു 31-35% ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പോളിംഗ് ശതമാനം നല്ല പുരോഗതിയാണ് കാണിക്കുന്നത്. നിലവിൽ 50% മുകളിൽ പോളിംഗ് ഉച്ച കഴിഞ്ഞപ്പോഴേ കാസർഗോഡ് ജില്ലയിലെ മിക്ക ബൂത്തുകളിലും ഉണ്ടായിട്ടുണ്ട്.